ഈ വിഷയത്തിൽ എത്രത്തോളം കാര്യങ്ങളിലാണ് ഹമാസ് നിലപാട് അറിയിച്ചിരിക്കുന്നത്, ചർച്ചകളിൽ എന്തായിരിക്കും ഹമാസ് പറയുക എന്നതെല്ലാം നിർണായകമാണ്. ഈ ഒരാഴ്ചയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അതിനിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ ആ ചർച്ച കടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. MC നാസർ വീണ്ടും ചേരുകയാണ്. നാസർ, ഇതേ സമയം നമുക്കറിയാം ആക്രമണത്തിൽ ഒരയവും വന്നിട്ടില്ല. നേരത്തെ നാസർ സൂചിപ്പിച്ചതുപോലെ അതായത് മരിക്കുന്ന കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണത്തിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട് എന്നതല്ലാതെ ഇത് തുടരുകയാണ്. അപ്പോഴാണ് ഇസ്രായേലിന്റെ മന്ത്രി, പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷ നിലപാടുള്ള ഒരു മന്ത്രി അവിടെ നിന്ന് ഹമാസ് ഇതിനു ശേഷവും അവിടെ ഉണ്ട് എന്നാണെങ്കിൽ എല്ലാം തീർത്തു കളയും എന്തൊക്കെയുള്ള വലിയ ഭീഷണികൾ ഉയരുന്നു. ലോകം ഇത്രയധികം സപ്പോർട്ടിൽ ഇല്ലെങ്കിൽ ഇത്രയധികം പ്രതിഷേധവുമായി മുന്നിൽ നിന്നിട്ടും ഇസ്രായേലിനകത്ത് തന്നെ ഏതാണ്ട് ഒരു വർഷമായി ഉയരുന്ന പ്രതിഷേധങ്ങൾ കണ്ടിട്ടും വീണ്ടും ഇസ്രായേലിൽ ഈ രീതിയിലുള്ള ഭീഷണികൾ മുഴക്കുന്നു എന്നുള്ളതാണ്. അതേത് രീതിയിൽ സമ്മർദ്ദമുണ്ടാക്കും ചർച്ചകൾ? ഇതിന് തീർച്ചയായിട്ടും നേരത്തെ മുതൽ തന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായിട്ടുള്ള ഒരു നിലപാടുമായി തന്നെ മുന്നോട്ട് പോകണമെന്ന ഒരു നിർബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ ജനുവരിയിൽ തന്നെ ഏറെക്കുറെ ഒരു വെടിനിർത്തലിലേക്കുള്ള കാര്യങ്ങൾ വളരെ വളരെ ക്ലിയറായി രൂപപ്പെട്ടതായിരുന്നു. അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കുകയും ഏതാണ്ട് വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നു എന്ന ഒരു തോന്നലുണ്ടായ ഘട്ടത്തിലാണ് പുതിയ ഒരുപാട് ഉടക്കുവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെതന്യാഹുവും അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ചേർന്ന് ആ സാധ്യതയെ അട്ടിമറിച്ച്, അതുകൊണ്ട് തന്നെ ഇത്തവണയും അതേ ആളുകൾ, പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗബറും സ്മോട്രിക്കും നെതന്യാഹുവും ചേർന്നുകൊണ്ട് ഇത്തവണയും തങ്ങളുടെ പദ്ധതി അല്ലെങ്കിൽ ഈ സാധ്യതയെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം നടക്കുമെന്ന ആശങ്ക വളരെ ശക്തമാണ്. ഈ രണ്ട് മന്ത്രിമാരും ഇന്നലെയും നെതന്യാഹുവിനെ പ്രേരിപ്പിക്കുന്നത് ഈ ചർച്ച നീണ്ടുപോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആക്രമണം കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം, ചർച്ച പൂർണ്ണമായിട്ട് തന്നെ അവസാനിപ്പിക്കണം, ഗസ സിറ്റി പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കണം എന്ന വളരെ ആപൽക്കരമായ പ്രകോപനപരമായിട്ടുള്ള നിലപാടുകളും പ്രഖ്യാപനങ്ങളുമാണ് തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ എങ്ങനെ നേരിടും, അല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാട് കാര്യത്തിൽ എന്തായിരിക്കും എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ ജറാദ് കുഷ്ണറുമാണ് അമേരിക്കയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈജിപ്തിലുള്ളത്. അവർ വ്യക്തമാക്കുന്നത് എത്രയും പെട്ടെന്നൊരു വെടിനിർത്തലിലേക്ക് നീങ്ങുക. കാരണം വലിയ തോതിലുള്ള ലോക സമ്മർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു. അമേരിക്കക്കുള്ളിലും അതിശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട്. ഇനിയും ആക്രമണത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തും. ആ ഒറ്റപ്പെടൽ മറികടക്കാനുള്ള ഒരു നീക്കമാണ് 20 ദിന പദ്ധതി. അത് ഇസ്രായേലിനെ തന്നെയാണ് ഗുണം ചെയ്യുക എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് അമേരിക്കൻ നേതൃത്വം ഉന്നയിക്കുന്നത്. എന്തായാലും അടുത്ത 2-3 ദിവസങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ ഈ ചർച്ചയിൽ കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയുള്ളൂ. അതുണ്ടാകും. അതോടുകൂടി ബന്ദികളുടെ മോചനം എന്ന ഏറ്റവും പ്രാഥമികമായ ഘട്ടം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് മധ്യസ്ഥ രാജ്യങ്ങളും അതോടൊപ്പം അമേരിക്കയും പങ്കുവെക്കുന്നത്. ധന്യ.